ഇതൊക്കെ എന്തുവാ സ്കേറ്റിംഗ് ബോർഡ് ചെയ്യേണ്ട സാധനമാണോ അത്? ഇത് കിണറൊന്നും മനസ്സിലായി. എന്തോ വാണമല്ല, വാന നിരീക്ഷണ കേന്ദ്രം. യോ മാൻ, ഇതാണ് ഗായ്സ് അയച്ച. ഫ്രണ്ട്സ്, ഇതോ അവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എത്രയാടാ? 22 തന്നെ. ഇവിടെ ID കാർഡ് കാണിച്ചാൽ മതിയല്ലേ? ഇതൊക്കെ എന്തുവാ സ്കേറ്റിംഗ് ബോർഡ് ചെയ്യേണ്ട സാധനമാണോ അത്? ഇത് കിണറൊന്നും മനസ്സിലായി. എന്തോ വലിയ കിണറാ. നോക്കാം, നമ്മൾ അടുത്തവിടെ നിന്ന് നോക്കി നോക്കാം. അത് കയറാൻ പറ്റില്ല. വീഡിയോ എടുക്കും. ആസ്ട്രോണമിക്കൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓ, ഇത് വാന നിരീക്ഷണ കേന്ദ്രമാണോ? വാണമല്ല, വാന നിരീക്ഷണ കേന്ദ്രം. ലിജോ The monument features instruments operating in each of the 3 main classical celestial. പണ്ട് കാലത്ത് ഈ സെലസ്ഷ്യൽ ബോഡീസിനൊക്കെ വാച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് രാജാക്കന്മാർ കെട്ടിപ്പൊക്കിയ സ്ഥലങ്ങളാണിത്. നമ്മളിങ്ങനെ ഒന്ന് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ എല്ലാത്തിനും ഒരു ഡെഫിനറ്റ് പർപ്പസ് ഉണ്ടായിരുന്നു പണ്ട്. നല്ല ഭംഗിയാണ് കേസ് കാണാൻ. ഫ്രണ്ട്സ്, ഞാൻ ഇതിന്റെ പേര് പറയാൻ പറഞ്ഞു. ഇതിന്റെ പേരാണ് ജന്തർ മന്ദിർ. ജന്തറിന്റെ അർത്ഥം എന്തോ? ബന്ധറിന്റെ അർത്ഥം കുരങ്ങൻ. ജന്തർ മന്ദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് നമ്മളെ പറഞ്ഞു വിട്ടതാ. അമ്മ വരുന്നുണ്ട്, ഓടിക്കൊന്നു. കണ്ടോ ഗൈസ്, ഇത്രയും പൊക്കത്തിൽ വലിയ ഇൻസ്ട്രുമെന്റ്സ്, ഓരോന്ന് അളക്കാനും കുറിക്കാനും വാനം നിരീക്ഷിക്കാനൊക്കെ ഉള്ള സ്ഥലമായത്. ആ സമയത്തൊക്കെ ഇത് എങ്ങനെയായിരിക്കും എന്ന് ആർക്കറിയാം. ഫ്രണ്ട്സ്, ഓരോന്നിൻ്റെ പർപ്പസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് കണ്ടത്. ഇത് വായിച്ചാൽ മനസ്സിലാവും പണ്ടുള്ള ആൾക്കാർ എന്തോരം ബുദ്ധിയുള്ളവരായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്ന് പറ. ജയ്പൂരിലെ ഒരു ഒബ്സർവേറ്ററി ആണ്. ഇവിടെ ടോട്ടലായിട്ട് മെയിനായിട്ട് 18 വർക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് 18 മെയിൻ വർക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. ആൻഡ് ഇത് കണ്ട നിങ്ങൾ വിചാരിക്കും ഇത് ഇവിടുത്തെ ഗൈഡാണെന്ന്, പക്ഷെ അല്ല. നമ്മളെ കൂടെ വന്നൊരു കുട്ടിയാണിത്, മാളവിക. ശിവദാസ് അങ്കിൾ ഇത് കാണുകയാണെങ്കിൽ അങ്കിളിന്റെ പ്രൗഡ് മൊമെന്റ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനകത്ത് 8 പേരെ വെച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിനകത്താണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻസിനെ പറ്റി. ഇത് ഓരോന്നും ഓരോ ഇൻസ്ട്രുമെൻസ് ആണ് ഗൈസ്. പണ്ട് രാജ്യത്ത് അതിബുദ്ധിമാന്മാരായ ആൾക്കാർ കണ്ടുപിടിച്ച ഇൻസ്ട്രുമെൻസ് ആണ് ഈ കാണുന്നതെല്ലാം. ഞാൻ നേരത്തെ കിണറെന്ന് പറഞ്ഞതെല്ലാം കോമഡി. അത് കിണറല്ല, അതും ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗൈസ്. വെള്ളം നിറച്ചിട്ട് കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻസ്. ഈ ടവർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ടവർ മന്തിനെ കണക്കാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. ആകാശത്തിലൊരു കൊമറ്റ് നോക്കിയിട്ട് മന്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്. അതേപോലെ തന്നെ ഒരു ദിവസം എത്ര മണിയായെന്നറിയാന്നുള്ളത്, സൂര്യൻ്റെ ചലനം അനുസരിച്ച് അതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് എത്ര മണിയായി എന്നറിയാനുള്ള യന്ത്രങ്ങൾ. അങ്ങനെ പല യന്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ എന്തൊക്കെയോ ആദ്യം പറഞ്ഞു. ഗൈസ്, കാണാനുള്ളത് തന്നെയാണ് പണ്ടുള്ള ആൾക്കാർ എങ്ങനെ ജീവിച്ചിരുന്നതെന്നും അവരുടെ ബുദ്ധി നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിൻ്റെയൊക്കെ നീളവും വണ്ണമൊക്കെ ഒന്ന് നോക്കിയേ. ഈ യന്ത്രങ്ങളെല്ലാം ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത് ആദ്യം ഇവിടെ ഏകദേശം 10-30 യന്ത്രങ്ങളുണ്ട്. ഇത് നോക്കി തന്നെ മദ്രാസിലും അതേപോലെ തന്നെ ഡൽഹിയിലൊക്കെ സെയിം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബുദ്ധി അപാരതല്ലേ. टाइम नहीं है भाई, जा रहा है.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതോടുകൂടി ജന്തർ മന്ദിർ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഹവാ മഹൽ എന്നാണ്. ഹവാ മഹൽ. അപ്പോൾ ഇത് ഒരു കൊട്ടാരമാണെന്ന് തോന്നുന്നു. നമുക്ക് കയറി നോക്കാം എൻ്റെ സംഭവം. ഓൺലൈൻ ബുക്കറ്റാ, ഓൺലൈൻ ടിക്കറ്റാണ് ഗൈസ്. ഓ, വാട്ടർഫാൾ. യോ മാൻ, ഇതാണ് ഗൈസ് ഐറ്റം. Excuse me guys. എങ്ങനെയുണ്ട്? അടിപൊളി. പൊളിയല്ലേ? നൈസല്ലേ? ഫ്രണ്ട്സ്, ആ കണ്ടത് ഫ്രീ അല്ല. നമ്മൾ ഡാൻസ് കഴിഞ്ഞ് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും. ഫ്രണ്ട്സ്, നമ്മളെ പപ്പറ്റ് ഷോയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പപ്പറ്റ് ഷോ ആണ്, നോക്കി നോക്കാം. ഗായ്സ്, നമ്മ ഗുഹയിലോട്ട് പോവുകയാണ്. ഒന്നും കണ്ടുവിടല്ലോ ഇതിനകത്ത്, ഒന്നും കണ്ടുവിടല്ലോ. എന്റെ എന്നാണ് ഇത്? അടുത്ത വീണ്ടും തലയിടിക്കല്ലേ? അയ്യോ, 500 500 പറഞ്ഞത്. 500 കൈ കുപ്പി ഖുഷിയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മള് പാട്ട്? എത്ര രൂപ പറ്റി? ജീവിച്ച പോട്ടല്ലേ? അതെ, പിടിച്ചു പറിക്കാണെന്നല്ലോ. ആരെയാ മാളു? കുളിസീനാണോ? ആള് കുളിസീനാണോ? Streets of Jaipur. ആഹാ, കളല്ലേ? വാ. ഹൈ സ്കൂളാണ്. ആഹാ, ഇനി വന്നിട്ടുണ്ടോ ഇവിടെ? പിന്നെ എങ്ങനെ അറിയാം? ഓ, ബുദ്ധിമതി. വാ പോ. സംഭവം അപ്പുറത്തോട്ട് പോകണ്ട. ആ, 6 കിലോമീറ്റർ പോയ ജയ്ഗർ ഫോർട്ട്. പിന്നെ അവിടെ നമുക്ക് 19 20 25 കിലോമീറ്റർ കാണിക്ക്. ലൈല ഛത്രി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹവാ മഹലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം.